ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. ഐക്യൂഡ് Z10 നെക്സ് 14,000 രൂപയ്ക്ക് താഴെയാണ് ഇതിൻ്റെ പ്രൈസ് പോയിൻ്റ് വരുന്നത്. ആ ഒരു പ്രൈസിൽ ഒരു എന്താ പറയുക, ഒരു ബെസ്റ്റ് ഗെയിമിംഗ് ഓറിയൻ്റ് ആയിട്ടുള്ള ഫോണാണ്. ഞാൻ എല്ലാ ഡീറ്റെയിൽസ് ഞാൻ 1 by 1 ആയിട്ട് പറഞ്ഞുതരാം. നമ്മുടെ ചാനൽ 10K സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ടുണ്ട്. നിങ്ങൾ ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 10K സിമ്പിളായിട്ട് അച്ചീവ് ആവുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഞാൻ ബാക്കി എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ ആയിട്ട് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് ആൻഡ് വേരിയൻറ്റ് 3 വേരിയൻ്റ് ആയിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ബേസ് മോഡൽ 6GB 128GB ആണ്. അതിൻ്റെ ആക്ച്വലായിട്ടുള്ള പ്രൈസ് 13,499 ആയിട്ടാണ് വരുന്നത്. മിഡിൽ വേരിയൻ്റ് ആയിട്ടുള്ള 8GB 128GB വേരിയൻ്റെ പ്രൈസ് 14,999 ഹയർ വേരിയൻ്റ് ആയിട്ടുള്ള 8GB 256GB വേരിയൻ്റെ പ്രൈസ് 16,499 ആയിട്ടാണ് വരുന്നത്. നോർമൽ ആയിട്ടുള്ള പ്രൈസ് 13,499 ആണ്. ഇത് കൂടാതെ ഒരു 1000 രൂപയുടെ ബാങ്ക് ഓഫർ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 12,499 ഈ ഒരു ഫോൺ ഇപ്പം കിട്ടുന്നുണ്ട്. സോ 13,500 രൂപയുടെ ഒരു ഫോണാണ്. ഓഫർ പ്രൈസിനാണെങ്കിൽ 12,500 രൂപയ്ക്ക് ഇത് വരുന്നുണ്ട്. ഓവറോൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഡിസൈൻ ആൻഡ് ബിൽഡ് പ്ലാസ്റ്റിക്കിൻ്റെ ബിൽഡായിട്ടാണ് വരുന്നത്. ഈ റേഞ്ചിൽ ഒട്ടുമിക്ക എല്ലാ ഫോണും പ്ലാസ്റ്റിക്കിൻ്റെ ബിൽഡാണ്. അതുകൊണ്ടൊരു കുഴപ്പമില്ലാത്ത കാര്യമാണ്. കാണാൻ നല്ല രസമുണ്ട്. ബാക്കിൽ ഒരുപാട് ക്യാമറ ഉണ്ടെന്നൊക്കെ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് IR ബ്ലാസ്റ്ററൊക്കെയാണ് വരുന്നത്. 2 ഡ്യുവൽ ക്യാമറ മാത്രമേ വരുന്നുള്ളൂ. വലിയൊരു ക്യാമറ മൊഡ്യൂൾ വരുന്നുണ്ട്. ഒരു ഡൈനാമിക് ലൈറ്റൊക്കെ വരുന്നുണ്ട്. സോ നൈസായിട്ടുണ്ട്. അതായത് നോട്ടിഫിക്കേഷനും കോളൊക്കെ വരുന്ന സമയത്ത് ഒന്ന് ബ്ലിങ്ക് ചെയ്യും എന്നല്ലാതെ വേറെ ഒരുപാട് വലിയൊരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമല്ല. അത്യാവശ്യം കൊള്ളാം. നൈസ് ലുക്കിംഗ് ആയിട്ടുള്ള ഫോണാണ്. അതിലൊന്നും ഒരു കുഴപ്പവും പറയാനില്ല. 2 കളേഴ്സിലായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. 208 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. IP64 റേറ്റിംഗ് വരുന്നുണ്ട്. മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷൻ അടക്കം ഈ ഒരു ഫോൺ കൊടുത്തിട്ടുണ്ട്. സോ അത്യാവശ്യം നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഇതിന് വരുന്നുണ്ട്. IP64 മാത്രമാണ്, കുഴപ്പമൊന്നുമില്ല. ഈ പ്രൈസ് പോയിന്റ് IP69 വേണമെന്നൊന്നുമില്ല. അതൊരു കോമൺ ആയിട്ടുള്ള കാര്യമായിട്ടായി. അതുകൊണ്ട് ബില്ല് സംഭവം 64 ആയാലും മതി. ബില്ല നിങ്ങൾ വള്ളത്തിലിട്ട് നിൽക്കാമെന്ന് പോകുന്നില്ല. സോ ഇതൊരു പെർഫോമൻസ് ഓറിയൻ്റ് ആയിട്ടുള്ള ഫോണാണ്. സോ അതുകൊണ്ട് അതൊന്നൊരു വിഷയമായിട്ട് കാണേണ്ട ഒരു ആവശ്യമില്ല. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. 6.72 ഇഞ്ച് വരുന്ന ഫുൾ HD ആയിട്ടുള്ള IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz ഹൈ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. 1050 നിറ്റ്സിൻ്റെ ഹൈ ബ്രൈറ്റ്നസ്സും വരുന്നുണ്ട്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ഫോണിന് കൊടുത്തിട്ടുണ്ട്. ഡിസ്പ്ലേ വൈസ് പറയുകയാണെങ്കിൽ നല്ല ഡിസ്പ്ലേ ആണ്. ഈ റേഞ്ചിൽ AMOLED ഡിസ്പ്ലേ ഇല്ല. അതൊരു കുറവാണ്. പക്ഷേ ഇതൊരു ഗെയിമിംഗ് ഓറിയൻ്റ് ആയിട്ടുള്ള ഫോൺ എന്ന രീതിയിൽ നോക്കുമ്പോൾ നല്ലൊരു പെർഫോമൻസ് ഈ ഒരു ഫോണിൽ കിട്ടുന്നുണ്ടെന്ന് അറിയുമ്പോൾ ഡിസ്പ്ലേ വൈസ് ഓക്കെയാണ്. കുഴപ്പമൊന്നും ആ കാര്യത്തിൽ പറയാനില്ല. എല്ലാം ഒന്നും തികച്ചൊരു ഫോൺ കിട്ടത്തില്ല. ഏതെങ്കിലും ഒരു കാര്യം കുറവുണ്ടാകും. ഇതിലിപ്പം LCD ഡിസ്പ്ലേ ആണ്. അതാണ് ഇതിൻ്റെ AMOLED ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ കുറവ്. ഇനി ക്യാമറ ആണെങ്കിൽ 50 MB പ്രൈമറി ക്യാമറ വരുന്നുണ്ട്. 2 MB ഡെപ്ത് സെൻസറും റിയറിൽ വരുന്നുണ്ട്. 8 MB ആണ് സെൽഫി ക്യാമറ വരുന്നത്. റിയർ ക്യാമറ 4K 13 FPS വീഡിയോസും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ള നല്ലൊരു ക്യാമറ ക്വാളിറ്റി ഇതിന് കിട്ടുന്നുണ്ട്. നിങ്ങൾ ക്യാമറ റിവ്യൂസൊക്കെ പോയിട്ട് നോക്കിയിട്ട് നിങ്ങൾ വിലയിരുത്തുക എങ്ങനെയുണ്ട് എന്നുള്ളത്. ഇനി ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്താണ് പെർഫോമൻസ്. ഇതിൽ വരുന്നത് മീഡിയാടെക്കിൻ്റെ Dimensity 7300 എന്ന ഒരു നല്ലൊരു പെർഫോമൻസ് ഓറിയൻ്റ് ആയിട്ടുള്ള ചിപ്സെറ്റാണ് വരുന്നത്. അറൗണ്ട് ഒരു 7,20,000 ഒക്കെ തന്നെ ആൻഡ് സ്കോർ അടക്കം ഈ ഒരു പ്രൈസ് പോയിന്റിൽ കിട്ടുന്നുമുണ്ട്. LPDDR4X RAM 3.1 സ്റ്റോറേജും കിട്ടുന്നുണ്ട്. സോ ബെസ്റ്റ് ലെവലാണ് എല്ലാം. പെർഫോമൻസ് വൈസ് ബെസ്റ്റ് ലെവൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള ഗെയിമിങ് എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന ഫോണിലെക്കാളും ഈ ഒരു ഫോണിൽ കിട്ടും. ഇതാണ് ഈ പ്രൈസ് പോയിന്റിലെ ബെസ്റ്റ് ഗെയിമിംഗ് ഓറിയൻ്റ് ആയിട്ടുള്ള ഫോൺ. ആ കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ ഇപ്പം പറയാൻ വേണ്ടി പറ്റും. ലേറ്റസ്റ്റ് ആയിട്ടുള്ള Android 15 ആയിട്ടാണ് വരുന്നത്. 2+3 ഇയേഴ്സിൻ്റെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് കിട്ടുന്നുണ്ട്. ഒട്ടുമിക്ക എല്ലാ AI ഫീച്ചേഴ്സും ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുമുണ്ട്. 6500 mAh ബാറ്ററിയും വരുന്നുണ്ട്. 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും ബോക്സിനകത്ത് തന്നെ വരുന്നുമുണ്ട്. ഓവറോൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു 13,500 രൂപയ്ക്ക് ഇതൊരു ബെസ്റ്റ് ഗെയിമിംഗ് പെർഫോമൻസ് ഓറിയൻ്റ് ആയിട്ടുള്ള ഫോണാണ്. അത് മാത്രമേ ഇതിന് പറയാനുള്ളൂ. പെർഫോമൻസും കിട്ടുന്നുണ്ട്, നല്ല ബാറ്ററിയും കിട്ടുന്നുണ്ട്, ഡീസൻറ്റ് ക്യാമറ, ഡീസൻറ്റ് ഡിസ്പ്ലേ. മെയിൻ ഒരു കുറവ് എന്ന് പറയുന്നത് AMOLED ഡിസ്പ്ലേ ഇല്ല എന്നുള്ളത് മാത്രമാണ് ഒരു കുറവായിട്ട് പറയാനുള്ളത്. കാരണം ഇതൊരു പെർഫോമൻസ് ഓറിയൻ്റ് ആയിട്ടുള്ള ഫോൺ എന്ന രീതി നോക്കുമ്പോൾ അതൊരു കുറവായിട്ട് പറയാനില്ല. നിങ്ങൾ പെർഫോമൻസ് എല്ലാം നിങ്ങളുടെ മെയിൻ പ്രയോറിറ്റി എന്നുണ്ടെങ്കിൽ വേറെ ഒരുപാട് ഫോൺസ് ഈ റേഞ്ചിൽ വരുന്നുണ്ട്. പെർഫോമൻസ് നോക്കിയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ഇതെടുത്തോ. ഇതാണ് ഈ റേഞ്ചിലെ ബെസ്റ്റ് ഫോൺ. നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് യുവർ ഫ്രണ്ട് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.